ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയുക ഡിഷ് എന്ന് പറയുന്നത് ഒരു കേസരിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. കേസരി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, നോർത്ത് ഇന്ത്യയിൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് കേസരി എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കേസരി ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. ഇവിടെ അതിനകത്ത് കേസരി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്താ പറയുക ആരോഗ്യപരമായി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു സത്യമാണ്. ഗവൺമെൻറ് നമുക്ക് വേണ്ടി അതായത് പോഷകക്കുറവുള്ള കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൊടി ഇറക്കിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സ്വീറ്റാണ് ഈ പൊടി. ഇത് വെച്ച് സ്വീറ്റ് ഡിഷസ് എന്നതേലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതായത് അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോവരുത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേസരിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേസരിക്ക് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് റവ, കുറച്ച് നെയ്യ്, പിന്നെ നമ്മുടെ അമൃതം ന്യൂട്രീഷൻ മിക്സ് എന്ന് പറയുന്ന ആ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മളിതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേസരിയാണ്. ഫസ്റ്റ് കേസരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് നെയ്യാണ്. കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ച് തന്നെ നെയ്യ് നല്ലോണം കേസരിക്കുള്ളത് നല്ലതാട്ടോ. നെയ്യ് ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ മാത്രം എന്നാ പറയുക നമ്മുടെ മുന്തിരിങ്ങ ചേർത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര റവയുടെ കൂടെ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്ന അമൃതം ന്യൂട്രി മിക്സാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് സാധാരണ റവ കേസരിക്ക് 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ അളവ്. പക്ഷേ ഇതിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 1:1 എന്ന രീതിയിൽ തന്നെ എടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ബേസിക്കലി ഉള്ള ഒരു കാര്യം എന്നാണെന്നറിയാവോ, ശരിക്കും നമ്മൾ വിചാരിക്കും ഇതിനാ കേസരിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഒരു ചുവ വ്യത്യാസം വരും, പിള്ളേരതൊന്നും കഴിക്കുകയില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അല്ല, അങ്ങനെ ഒന്നും തോന്നത്തില്ല. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുമേ. എന്നാ പറയുക, നമ്മുടെ ഈ പറഞ്ഞ പോലെ കേസരി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ നല്ലോണം കഴിക്കും. ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി മുന്തിരിങ്ങായും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ മുന്തിരിങ്ങയ്ക്ക് അധികം നേരമില്ല. ഇനി ഇതിനെ അങ്ങ് കോരിയെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെയ്യിൽ തന്നെയാണ് ഞാൻ റവ മൂപ്പിക്കാൻ പോകുന്നത്. റവ ചേർക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോളുക, ഒരുപാട് ചേർക്കരുത്, അതിൻ്റെ ഡബിളായിട്ട് അത് ആവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ റവ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. ഈ റവ നല്ല ഒരു പച്ചച്ചൊവ മാറുന്നിടം വരെ ഒരു ഇച്ചിരി നേരം മൂപ്പിക്കണം. അത് എന്നാന്ന് വെച്ചാൽ പച്ചച്ചൊവ മാറുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരമൊന്നും എടുക്കുകയില്ല. ചീനച്ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റവ മൂക്കാൻ എന്നാ നേരം വേണം. ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചേച്ച് നല്ല അസലായിട്ട് റവയൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ശരിക്കും നമ്മളിപ്പോൾ കേസരി തന്നെയല്ല,
ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ല. നമ്മൾ ബേസിക്കലി ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടേച്ചല്ലേ കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് റവയുടെ കൂടെ തന്നെ ഇത് ചേർക്കുവാണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ് ഉപ്പുമാവിന് അല്ലേ. പിന്നെ ഉപ്പുമാവും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കേസരി അറിയാൻ മേലേ എന്നൊരു ചോദ്യം വരും. പക്ഷേ എന്നാലും ചിലർക്ക് അതിൻ്റെ ഒരു അളവിൻ്റെ ഒരു വ്യത്യാസം ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ കേസരി ആക്കിയത് തന്നെ. അതും മാത്രമല്ല, നമ്മുടെ ഈ ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് മനസ്സിലാക്കി, അഥവാ കേസരി ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ പഞ്ചസാര ഒന്നും ഇടാതെ ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനത്തിന് അന്വേഷിച്ച് പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇതല്ലേ. അതാ പണ്ടുള്ളവർ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ റവ ഒരു മൂത്ത് കഴിഞ്ഞു. ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ ആവാനല്ല, റവയുടെ മൂപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്നാ ചേർക്കാൻ പോകുന്നത് ഈ അമൃതം ന്യൂട്രി മിക്സ് ആണ്. ഇതിനും ശരിക്കും ഒരു അളവുണ്ട്. നമ്മൾ റവ എത്രയാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഈ ന്യൂട്രി മിക്സും ചേർക്കാനായിട്ട്. ഈ പൊടിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം, ഇതിന് കേസരിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കളർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുക. അത് ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചേർക്കണം. കുറച്ച് മതി. ഫുഡ് കളർ ചേർക്കണം എന്നുള്ളവർക്ക് ഫുഡ് കളർ ചേർക്കാം. ഇത് കുറച്ച് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്റ്റിക്കി ആവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്. കേസരിക്ക് ബേസിക്കലി നിറച്ച് നെയ്യ് വേണം. അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വെച്ചിട്ട് ബാക്കി കുറച്ചിനകത്ത് അങ്ങ് ചേർക്കാം. നമ്മുടെ പാനയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതെ തവിയെ തന്നെ ഇങ്ങനെ പെരണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ട് എന്നാ പറയുക നെയ്യ് ചേർക്കുക. കേസരിക്ക് നെയ്യ് നല്ലോണം ചേരണം, എന്നാൽ മാത്രമേ കേസരി കുറച്ച് സോഫ്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ കേസരിയുടെ റവ നമ്മൾ എത്ര ടൈറ്റൺ ആക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ആ കഷ്ണം മുറിക്കാൻ നോക്കുന്നത്. നമുക്ക് ഒത്തിരി സോഫ്റ്റ് കേസരിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആക്കണ്ട. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഈ സമയത്ത് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ വരട്ടി എടുക്കത്തില്ലേ, ആ വരട്ടി എടുക്കുന്നത് കുറച്ച് ടൈറ്റ് ആക്കാതിരുന്ന സ്പൂണിൽ കഴിക്കാനുള്ള ഇതാവും. അതല്ല നമ്മൾ നല്ലോണം ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് അതിൻ്റേതായ ആകൃതിയിൽ ഇത് ഫില്ല് ചെയ്യുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് തണുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുറിച്ചെടുക്കും. ഇത് ശരിക്കും ഞാനൊരു പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടൈറ്റ് ചെയ്യുന്നതിന്. ശരിക്കും നമ്മുടെ ഈ അമൃതം ന്യൂട്രി മിക്സിനകത്ത് ഫ്ലേവേർഡ് ആണ്. ഇതിനകത്ത് ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നല്ല മണമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്ത് ഏലക്ക ചേർത്താൽ മതി. അത് അത്രയും പോരാ, ഏലക്ക ഇച്ചിരി കൂടി വേണം തോന്നുവാണെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർക്കാം. നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിനകത്ത് ഇച്ചിരി എണ്ണ എണ്ണയല്ല നെയ്യ് തൂത്തുവെച്ച് വേണം നമ്മളെ കേസരി ആക്കാനായിട്ട്. ഇപ്പോൾ ശരിക്കും കണ്ട അതിനകത്ത് ഒട്ടും കട്ടയില്ല. നമ്മളിനി ആ
പ്ലേറ്റിലോട്ട് ആക്കുമ്പോഴത്തേക്ക് ആ ഷേപ്പിലോട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി നെയ്യ് തൂത്തേച്ച് ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോഴത്തേക്ക് അതൊട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് കേസരിയായി മാറും. അത് ഈ ടൈറ്റ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ഒരാളുടെ മുന്നേ കൊണ്ടൊരു ബൗളിൽ വെക്കുന്ന തെറ്റല്ലേ. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിക്കുന്ന പോലെ ഒരു പീസസ് ഒക്കെ ആയിട്ടേ വയ്ക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ടൈറ്റ് ആക്കുന്നത്. അതായത് നമ്മുടെ തവിയേന്നൊക്കെ നല്ലോണം വിട്ട് വരണം. കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് ചേർക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നല്ലതാണ്. ഇങ്ങനത്തെ സ്വീറ്റ് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം നെയ്യിലുണ്ടാക്കുന്നതാണ് ഏറ്റവും സ്വാദ്. ഇത്രയും മതിയാവും. ഇനി എന്നാ ചെയ്യുന്നത്, ഞാൻ തീ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞു വെക്കും, ഈ നെയ്യ് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് അതാ ഷേപ്പിനായിട്ട് അങ്ങ് വരുവേ. പക്ഷേ ഈ പാത്രത്തിലല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷെ എന്നാലും ആ ചൂടിൽ ഇച്ചിരി നേരവും കൂടി ഇരിക്കുമ്പോൾ റവയല്ല, അപ്പോൾ ഉള്ള വെള്ളം അങ്ങ് വറ്റിപ്പൊക്കോളും. കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡ് കളറോ ചേർക്കാം. ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ, ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളേഴ്സ് ചേർക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതല്ല യെല്ലോ ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, ഓറഞ്ച് ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഈ കേസരി ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. രാവിലെ നമ്മൾ വലിയ ആൾക്കാരായാൽ പോലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്മൂത്തിയൊക്കെ ഭയങ്കര ഹെൽത്താണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു 2 പച്ചപ്പഴം, അതായത് ഈ പച്ച നിറത്തിലുള്ള പഴമായാലും മതി, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഗോൾഡൻ റോബസ്റ്റ് ആയാലും മതി, ഒരു 2 എണ്ണം. ഇച്ചിരി ഓട്സ് കിട്ടുവാണെങ്കിൽ അതുകൂടി ചേർക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കപ്പലണ്ടി, പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഈ അമൃതം ന്യൂട്രി മിക്സ് ചേർക്കുന്നത്. മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് നമ്മളിത് ചേർത്താൽ മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി തൈര്, പിന്നെ അത് അടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള പാല്. ഭയങ്കര ലൂസല്ല, ഒരു തിക്കാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി വേണ്ടിയത് വാനില എസൻസ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇച്ചിരി ഓട്സും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്, അത് കുറച്ചുകൂടെ ആരോഗ്യമാണ്. നമ്മൾ ഈ മൊത്തത്തിൽ ആരോഗ്യമായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ഓട്സും കൂടെ ഒക്കെ ഇടുന്നത് നല്ലതാണ്. ഇനി ഈ പറയുന്നത് പോലെ ഒരു കേസരി ഉണ്ടാക്കിയ ഒരു പാട് ഈ അടുക്കളയിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഒരു ഗസ്റ്റ് വന്ന് കയറിയാൽ ഈ പറഞ്ഞ പോലെ ഈ വൃത്തി കണ്ടാൽ ആരും ഒരു പച്ചവെള്ളം പോലും മേടിച്ച് കുടിക്കില്ല. അപ്പോൾ എന്നാ പറയുക, ഒരു ഗ്രഹനാഥ എന്ന നിലയ്ക്ക് ഞാനിവിടെ വൃത്തിയാക്കാതെ ഒരു ഗസ്റ്റിനെ എനിക്ക് വിളിക്കാൻ പറ്റിയല്ല. ഒരു കാര്യം ചെയ്യാം, വിത്ത് പ്രസൻറ്റേഷനോട് കൂടി നമുക്കൊരു ബ്രേക്കിന് ശേഷം കാണാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്സ് രണ്ടും നല്ല സ്വീറ്റ് ഡിഷസ് ആണ്. കുട്ടികളെ ബേസ് ചെയ്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പിള്ളേരാണ് ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ എന്നാ പറയുക ഇച്ചിരി പ്രയാസമൊക്കെ കാണിക്കുന്നത്. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അമ്മമാർ കുറച്ചൊരു ഗിമിക്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല നല്ല പോഷകങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ.